to the another video. Royal Absolutism in England. ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ് absolute monarchy അധികാരത്തിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം. So in England, the first royal absolutism, which was established by Tudor dynasty and its founder Henry VII, which was in the 1485, and they continued their rule until 1603. Then this Tudor dynasty could have produced a list of rulers. They were Henry VII and his son Henry VIII, then Henry VIII's son Edward VI, then Henry VIII's daughter Mary Tudor, and also Queen Elizabeth I. They were the prominent Tudor monarchs, and they ruled England the year between 1485 to 1603. So founder of the dynasty was Henry VII, and the last ruler of this dynasty was Elizabeth I, Queen Elizabeth I. ഇംഗ്ലണ്ടിൽ റോയൽ അബ്സല്യൂട്ടിസം എസ്റ്റാബ്ലിഷ് ചെയ്തത് രണ്ട് ഡൈനാസ്റ്റീസ് ആണ്. ഒന്ന് ട്യൂഡർ ഡൈനാസ്റ്റിയും മറ്റൊന്ന് സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയും. ഇവരിൽ ആദ്യത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ട്യൂഡർ ഡൈനാസ്റ്റിയാണ്. 1485 ട്യൂഡർ ഡൈനാസ്റ്റി ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വരുന്നത്. അവർ 1603 വരെ കണ്ടിന്യൂ ചെയ്തു. ആ ഡൈനാസ്റ്റിയിൽ പ്രൊമിനന്റ് ആയ കുറേയധികം റൂളേഴ്സ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പേരുകളെല്ലാം തന്നെ പ്രൊമിനന്റ് ആണ്. എങ്കിലും അവരിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എമംഗ് ദം Henry VIII and the Queen Elizabeth were more prominent. Tudor despotism actually benevolent despotism ആയിരുന്നോ അല്ലെങ്കിൽ അബ്സല്യൂട്ടിസം ആയിരുന്നോ എന്നുള്ളതൊരു തർക്കവിഷയമാണ്. തർക്കവിഷയം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതാണ്. കാരണം unlike other European absolutism, the Tudor despotism is known as benevolent despotism. The administrative system under the Tudors is often referred to as Tudor despotism or benevolent despotism. നമ്മൾ പഠിക്കുമ്പോൾ അബ്സലൂട്ടിസം, അബ്സലൂട്ട് മൊണാർക്കി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അബ്സലൂട്ട് ഡെസ്പോട്ടിസം എന്നാണ് പറയുന്നത്. അബ്സലൂട്ട് ഡെസ്പോട്ടിസം, അബ്സലൂട്ട് മൊണാർക്കി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാജാവ് അല്ലെങ്കിൽ ആ ഡൈനാസ്റ്റി എൻജോയ് ചെയ്യുന്ന അധികാരത്തെയാണ്. Absolute power without any interruption, without any advice, അങ്ങനെയൊക്കെ വരുന്ന, അതായത് റൂളറിനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ലാത്ത രീതിയിൽ അധികാരം എൻജോയ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്സലൂട്ട് ഡെസ്പോട്ടിസം എന്നൊക്കെ പറയാം. പക്ഷെ ട്യൂഡറിന്റെ കേസിൽ അബ്സലൂട്ട് മൊണാർക്കി എന്നതിനേക്കാൾ കൂടുതൽ ചരിത്രകാരന്മാർ ഉപയോഗിക്കുന്നത് ബെനവലന്റ് ഡെസ്പോട്ടിസം എന്നാണ്. അതിന് പല കാരണങ്ങളാണ്. ബെനവലന്റ് എന്ന വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. ബെനവലന്റ് എന്ന കുറച്ചുകൂടി ഒരു വെൽബീയിങ് ഓഫ് ദെയർ സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ വെൽ വിഷേഴ്സ് ഓഫ് ദെയർ സബ്ജക്റ്റ് ആണ്. അപ്പം അവർ ഭരിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി അവർ ഭരണം നടത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ ബെനവലന്റ് ഡെസ്പോട്ടിസം എന്നറിയപ്പെടാൻ കാരണം? ബിക്കോസ് ഓഫ് ദ ഡൈനാസ്റ്റി ഹാഡ് സെവറൽ ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ, ദിസ് ട്യൂഡർ ഡൈനാസ്റ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സെൻട്രലൈസ്ഡ് കൺട്രോൾ ആൻഡ് അതോറിറ്റി. ഒരു സെൻട്രൽ പവർ ആണ് അവർ എൻജോയ് ചെയ്യുന്നത്. ദർ വാസ് എ സ്ട്രോങ് ruler at the center. At the same time, they partitioned they divided their power into different ministers and the provincial heads. പ്രൊവിൻസിന്റെ ഹെഡിനും മിനിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് അധികാരം അവര് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ദർ വാസ് എ സ്ട്രോങ് മൊണാർക്ക് അറ്റ് ദ സെന്ററിൽ ഒരു സ്ട്രോങ് മൊണാർക്ക് ഉണ്ടായിരുന്നു. അതാണ് ട്യൂഡർ ഡൈനാസ്റ്റിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഡൈനാസ്റ്റിയിലെ റൂളർ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ഫോർ ദ സ്മൂത്ത് കണ്ടക്ഷൻ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ ഓർ കൺവീനിയൻസ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം അത് ഡിവൈഡ് ചെയ്തിട്ട് അധികാരം ഡിസ്ട്രിബ്യൂട്ട് ടു ഡിഫറെന്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ഓഫീസേഴ്സിനായിട്ട് അത് ഡിവൈഡ് ചെയ്തു കൊടുത്തു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ഡൈനാസ്റ്റി ഹാഡ് സപ്പോർട്ട് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് മൊണാർക്കിക്കൽ റൂൾ അവിടെ നിലനിന്നിരുന്നത്. പലപ്പോഴും യൂറോപ്യൻ മൊണാർക്കിക്കൽ റൂൾ എന്ന് പറയുന്നത് ദാറ്റ് മൊണാർക്ക് ഡിഡ്ന്റ് ഹാവ് സപ്പോർട്ട് ഓഫ് ഹിസ് ഓൺ പീപ്പിൾ. കാരണം മൊണാർക്ക് എപ്പോഴും ഹി ബിലീവ്ഡ് ഇൻ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൺ ഫീച്ചർ ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി ഈസ് ഡിവൈൻ റൈറ്റ് കിങ്ഷിപ്പ്. ഈ രാജാക്കന്മാരെല്ലാം വിശ്വസിക്കുന്ന ഡിവൈൻ റൈറ്റ് കിങ്ഷിപ്പിലാണ്. അപ്പൊ അവര്
they were the representative of God on earth എന്ന് വിശ്വസിക്കുമ്പോൾ they didn't get any support from their own people. But in the case of Tudor dynasty, even though they believed in divine right kingship, but they had the support of their own people. അപ്പൊ ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവരെന്തെങ്കിലും സംതിങ് ദേ ഗ്രാൻഡഡ് ഫോർ ദം, അല്ലെങ്കിൽ വർക്ക് ഫോർ ദം, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അവർക്ക് എന്തെങ്കിലും ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടാവാം. അതായിരിക്കാം ജനങ്ങള് ട്യൂഡർ ഡൈനാസ്റ്റിയെ, മൊണാർക്കിയെ സപ്പോർട്ട് ചെയ്യാൻ കാരണം. Then Tudor despotism operated within constitutional form. Tudors ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി പോലെയാണ്. ആക്ച്വൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഒക്കെ വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്, 1688 ശേഷമാണ്. വിച്ച് മീൻസ് എക്സാക്ട് പറയുകയാണെങ്കിൽ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ഗ്ലോറിയസ് റെവല്യൂഷൻ, അതിനുശേഷമാണ് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വരുന്നത്. എങ്കിലും Tudor despotismത്തിന്റെ സമയം പാർലമെന്റ് വാസ് there and Tudor rulers they made a cordial relation with parliamentarians. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാർലമെന്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യും, റെക്കഗ്നൈസ് ചെയ്യും ചെയ്യുന്ന ഡൈനാസ്റ്റി ആയിരുന്നു ട്യൂഡർ ഡൈനാസ്റ്റി. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു സംശയം വരും, പിന്നെന്തിനാ അബ്സലൂട്ടിസം എന്ന് പറയുന്നു? അബ്സലൂട്ടിസം എന്ന് പറയാൻ കാരണം ട്യൂഡേഴ്സ് ആണ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ടേക്കൺ ബൈ ട്യൂഡേഴ്സ്. ഒപ്പം തന്നെ കിങ്ഷിപ്പ് വാസ് ദേർ, കിങ്ഷിപ്പ് ആണ് അവിടെ നിലനിൽക്കുന്നത്. ഇനി ഈ ട്യൂഡേഴ്സ് എല്ലാവരും തന്നെ ബെനവലന്റ് ആണോ എന്ന് ചോദിച്ചാൽ, ആൻഡ് ഫ്യൂ റൂളേഴ്സ് they try to keep their personal interest. റൂളർ ആയിരിക്കെ അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പലപ്പോഴും നിലനിന്നിരുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹെൻറി VIII, the second monarch of Tudor dynasty, and his personal issue became the national issue. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം പിന്നീട് അതൊരു ആ രാജ്യത്തിന്റെ ഒരു പൊതു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പരിചിതമായ ഏരിയ തന്നെയാണ്. അതായത് ഇദ്ദേഹത്തിന് he wanted to marry his lover Anne Boleyn. Before that he wanted to divorce his wife Catherine. ആ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റർ, അതൊരു പേഴ്സണൽ ഇഷ്യൂ ഓഫ് ഹെൻറി VIII. ലേറ്റർ it became a religious issue of the country and a political issue of the country. റിലീജിയസ് ഇഷ്യൂവും പൊളിറ്റിക്കൽ ഇഷ്യൂവും ഒക്കെ ആയത് മാറി. സോ ആഫ്റ്റർ ഹിം, ഹെൻറി VIII ശേഷം പിന്നെ ഹിസ് സക്സസേഴ്സ്, അദ്ദേഹത്തിന്റെ മകനായ എഡ്വേർഡ് VI, then his daughter മേരി ട്യൂഡർ, ഇവരും they followed the same path of their father ഹെൻറി VIII. അപ്പൊ ഹെൻറി VIII ഇത് അതേ പാതയിലൂടെ തന്നെയാണ് ഈ മക്കൾ രണ്ടുപേരും പോകുന്നത്. അതുകൊണ്ട് തന്നെ എഡ്വേർഡ് VI സമയം he persecuted Catholics. He stood against Catholics. പക്ഷെ after him his sister മേരി ട്യൂഡർ came there. ഹാഫ് സിസ്റ്റർ ആണ്. കാരണം ഹെൻറി VIII 6 ഭാര്യമാരുണ്ടായിരുന്നു. അതിലുള്ള മക്കളെല്ലാം കൂടി ചേർന്നാണ് വരുന്നത്. അപ്പോൾ മേരി ട്യൂഡർ കാതറിന്റെ മകളാണ്. ഷി വാസ് എ കാത്തലിക്. but her father ഹെൻറി VIII was a Protestant. പക്ഷെ ഇവരെ വളർത്തിയതൊക്കെ അമ്മയായതുകൊണ്ട് തന്നെ she became Catholic. And as a ruler of England, one of her objective is to restore Catholicism there. കത്തോലിക്ക മതം ഇംഗ്ലണ്ടിൽ കൊണ്ടുവരിക എന്നതാണ്. അതിനുവേണ്ടി she tried for this and she persecuted Protestants. പ്രൊട്ടസ്റ്റന്റ്സിനെ പെർസിക്യൂട്ട് ചെയ്തു. അത് created political chaos there. ഒരു anarchical situation അവിടെ വന്നു, which arrested the development of country. രാജ്യത്തിന് യാതൊരുവിധ പുരോഗതിയും ഉണ്ടായില്ല. കാരണം റൂളേഴ്സ് ലൈക്ക് ഹെൻറി VIII, എഡ്വേർഡ് VI, മേരി ട്യൂഡർ, ഇവരെല്ലാവരും അവരെന്ത് ചെയ്തു? they treated the country's interest, അത് എന്താക്കി manipulated the country's interest as the personal interest of these rulers. Then after Mary Tudor, his half sister Elizabeth became the ruler, even though she was a Protestant. But she never dragged her religious interest into England. മാത്രമല്ല, she could solve the religious issue. Burning issues അവർക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ she could bring peace and order there.
ഒരു സമാധാന അന്തരീക്ഷം തിരിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ടുവരാൻ എലിസബത്ത് ഫസ്റ്റിന്റെ സമയത്ത് സാധിച്ചു. സോ വൺസ് അഗെയിൻ ഇംഗ്ലണ്ട് ഇക്കണോമിക്കലി ഫൈനാൻഷ്യലി വളർന്നു തുടങ്ങി. ബിക്കോസ് Elizabeth, she paid a special attention to overseas trade, and she promoted different trading companies, mercantile companies ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്തു. And also she encouraged overseas trade. മറ്റു രാജ്യങ്ങളിലേക്കുള്ള ട്രേഡിനെ അവർ പ്രൊമോട്ട് ചെയ്തു. അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകി. ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നതിനോടൊപ്പം തന്നെ കമ്പനി ഫോം ചെയ്യുമ്പോൾ അതിനുള്ള റോയൽ കൺസെന്റ് നൽകി. അങ്ങനെ ഫോം ചെയ്ത ഒരു കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇൻ ഓർഡർ ടു ക്യാരി ട്രേഡ് വിത്ത് ഈസ്റ്റ്, ഏഷ്യയുമായിട്ട് ട്രേഡ് നടത്തുന്നതിന് വേണ്ടി ഫോം ചെയ്ത ഒരു ട്രേഡിംഗ് കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ എനി ഹൗ Queen Elizabeth first could solve the entire problem created by her father and half brother and half sister. അവരുടെ ഫാദറും സഹോദരങ്ങളും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിലീജിയസ് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ എലിസബത്ത് ഫസ്റ്റിന് സാധിച്ചു.